കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തി. എന്ത് ധൈര്യത്തിലാണ് അൽ ഖമേനിയുടെ ഉപദേശത്തിന് മുന്നറിയിപ്പ് നൽകിയതെന്നറിയില്ല. ഇറാൻ പറഞ്ഞത് ഇസ്രയേൽ ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണിയായാൽ ഇറാന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ന്യൂക്ലിയർ ബോംബ് വിക്ഷേപിക്കുമെന്ന്. അണുബോംബ് നിർമ്മിക്കാൻ ഇറാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇറാന്റെ നിലനിൽപ്പിനെ ഭീഷണിയായാൽ ഇറാന്റെ സൈനിക സിദ്ധാന്തം മാറ്റുകയല്ലാതെ വേറെ വഴിയില്ല എന്ന്. ഇറാൻ വല്ലാത്തൊരു മാനസിക പ്രതിസന്ധിയിലാണ്. അതായത് വല്ലാത്തൊരു ഭയത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഓരോ നിമിഷവും. എന്നാൽ ഇറാൻ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ അണുബോംബ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇറാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇറാൻ എന്ന രാജ്യത്തിന്റെ ചാരം പോലും കിട്ടാത്ത രീതിയിൽ തുടച്ചു മാറ്റാനുള്ള ന്യൂക്ലിയർ ബോംബ് ഇസ്രയേലിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇതുപോലുള്ള മണ്ടൻ മുന്നറിയിപ്പുകളെല്ലാം നൽകാൻ. ഇതേ ഉപദേശകനായ കമാൽ ഖറാസി തന്നെയാണ് 2019 ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുന്നതും അതുപോലെ സംഭരിക്കുന്നതും ഹറാമാണെന്ന് പറഞ്ഞത്. അതായത് മതപരമായി വിലക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞത്. രാജ്യത്തിന് ഭീഷണിയാകുമ്പോ അപ്പൊ ഇതൊന്നും ചിന്തിക്കുന്നതിൽ തെറ്റില്ല അല്ലെ? അപ്പൊ ഈ പറയുന്ന മതത്തെ മാറ്റി നിർത്തി എന്തും ചെയ്യാമെന്ന്. കഴിഞ്ഞ മാസം 300ഓളം മിസൈലുകൾ വിട്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇസ്രയേലിന്റെ രോമത്തെ പോലും തൊടാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. ആ ഇറാനാണ് ആണവായുധം ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുമെന്ന് അറിയിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിരിക്കാനല്ല വേറെ മാർഗമില്ല. ഇസ്രയേൽ സൈലന്റ് അറ്റാക്ക് ആണ് നടത്തുക, അല്ലാതെ ഇറാനെ പോലെ കൊട്ടി ആഘോഷിച്ചിട്ടല്ല. ഇപ്പൊ 2ാം ലോക മഹായുദ്ധത്തിൽ ഇറക്കിയ വെപ്പൺസ് ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ഇസ്രയേലിനെ തോണ്ടാൻ ചെന്നിരുന്നത്. ഇപ്പോ ഇസ്രയേലിനെ ഇല്ലാതാക്കി കയ്യിൽ തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു? ലോകരാഷ്ട്രങ്ങൾ ഇറാനെ കളിയാക്കി വലിച്ചു കീറിയില്ലേ? 200 കിലോമീറ്റർ വേഗത മാത്രമുള്ള ഡ്രോൺ എല്ലാം ഉപയോഗിച്ചായിരുന്നല്ലോ അറ്റാക്ക് നടത്തിയത്, അതും ശബ്ദ കോലാഹലങ്ങളിലൂടെ. ആ ഒരു ഇറാൻ ഇനി ആണവായുധം എങ്ങനെ നിർമ്മിക്കും എന്നാണ് ചോദ്യം. നിർമ്മിച്ചിട്ട് അത് എങ്ങനെ ഉപയോഗിക്കും എന്ന് പോലും ഇറാൻ സൈന്യത്തിന് അറിയില്ല. ഇസ്രയേൽ ഭയത്തിന്റെ മുൾമുനയിൽ കൊണ്ടിരിക്കുകയാണ് ഇറാനെ. ആ ഭയമാണ് ഇതുപോലുള്ള മണ്ടൻ മുന്നറിയിപ്പുകൾക്ക് വഴിയൊരുക്കുന്നതും. മനുഷ്യരാശിയെ ഇല്ലാതാക്കാനുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ആണ് ഇസ്രയേലിന്റെ കൈകളിലുള്ളത്. അത് വ്യക്തമായിട്ട് ഇറാൻ എന്ന രാജ്യത്തിന് അറിയുകയും ചെയ്യാം. ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇറാന് ഭയപ്പെടുത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. ഭയപ്പെടുത്താൻ എന്ന് പറയാൻ കഴിയില്ല, പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് മാത്രം. ഇസ്രയേൽ ഒന്ന് തുമ്മിയാൽ തെറിച്ച് ഇല്ലാതാകുന്ന രാജ്യമാണ് ഇറാൻ. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇറാന്റെ ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്? ഇറാൻ വളരാൻ ഒരുപാടുണ്ട്. ജനങ്ങൾക്ക് പോലും ഇറാനെ വിശ്വാസമില്ലാതായി. അല്ലെങ്കിൽ തന്നെ ഇറാന്റെ പുതിയ തലമുറ മതത്തെ വിശ്വസിക്കാതായല്ലോ. അതിനാലാണ് ഇസ്രയേലിനെ അനുകൂലിച്ചതും അതുപോലെ തന്നെ അമേരിക്കയെ അനുകൂലിച്ചും ഇറാനിലെ ടെഹ്റാനിൽ പ്രകടനം എല്ലാം നടന്നത്. അതായത് ഇറാൻ എന്ന രാജ്യത്തിലെ ജനങ്ങളുടെ പിന്തുണ പോലും അവിടെ കിട്ടാതായി. എന്നിരുന്നാലും ഇറാൻ വെറുതെ ഇതുപോലുള്ള മണ്ടൻ മുന്നറിയിപ്പ് നൽകി ചൊറിയാൻ നിന്നാൽ ഇസ്രയേൽ കണ്ണും പൂട്ടി അറ്റാക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളതാണ്. ഈ അണു ആയുധങ്ങൾ ഒരിക്കലും ഇരു രാജ്യങ്ങളും ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. വലിയൊരു വിപത്താണ് അതിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ മിസൈല് വിട്ട് കളിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. മനുഷ്യരാശിയെ തുടച്ചു നീക്കാൻ കഴിവുള്ള ന്യൂക്ലിയർ ബോംബുകൾ വർഷിക്കാതിരിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.